നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരവസ്ഥ വരരുത് എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. പണ്ട് ശബരിമല യുവതീ പ്രവേശന കാലം മുതൽ പിണറായി വിജയന് ഒരു സംരക്ഷണ കവചമുണ്ടായിരുന്നു. നവോത്ഥാന സമിതി എന്നാണ് ആ സംരക്ഷണ കവചത്തിൻ്റെ പേര്. അതിൻ്റെ ചെയർമാൻ വെള്ളാപ്പള്ളി നടേശൻ, വൈസ് ചെയർമാൻ ഹുസൈൻ മടവൂർ. ഒരു വശത്ത് ഈഴവരെയും മറുവശത്ത് മുസ്ലിം സമുദായത്തെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പിണറായി വിജയൻ്റെ ചില നമ്പറുകൾ. നവോത്ഥാന സമിതിയുടെ പേരിൽ മനുഷ്യമതിലും റാലിയുമൊക്കെ പിണറായി വിജയൻ സംഘടിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ BJPയുടെ വണ്ടി വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ചാടി അതിൽ കയറിയിരുന്നു. എന്നിട്ട് പിണറായി വിജയനെ അങ്ങ് മുച്ചൂടും ചീത്ത പറഞ്ഞു. ഈഴവരൊക്കെ ഇടതുപക്ഷത്തു നിന്നകന്നു എന്ന് പച്ചയ്ക്ക് തുറന്നു പറയുകയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിങ്ങൾ ചോദിക്കുന്നതൊക്കെ അവർക്ക് കൊടുക്കുന്നു, അതുകൊണ്ട് തന്നെ ഈഴവ വോട്ടുകൾ ഇടതുപക്ഷത്തു നിന്നകന്നുവെന്നാണ് വെള്ളാപ്പള്ളി തുറന്നടിച്ചത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നവർ വൈകുന്നേരമാകുമ്പോഴേക്കും കാര്യം സാധിച്ച് മടങ്ങുകയാണ്. ഈഴവർക്ക് ഒട്ടും നീതി കിട്ടുന്നില്ല. ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വിമർശനങ്ങൾ. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ ഹുസൈൻ മടവൂർ രാജിവെച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തിന് മുസ്ലിം ന്യൂനപക്ഷ നിലപാടാണ് എന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് ഹുസൈൻ മടവൂരിൻ്റെ ആവശ്യം. ന്യൂനപക്ഷം അവിഹിതമായി ഒന്നും നേടിയിട്ടില്ല എന്ന് ഹുസൈൻ മടവൂർ പറയുന്നു. ഇക്കഴിഞ്ഞ ദിവസം സമസ്തയും പിണറായി വിജയനെ എടുത്തുടുത്തിരുന്നു. സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം ഇനി എഴുതാനൊന്നും ബാക്കിയില്ല. ഒരിക്കൽ ഒക്കത്ത് കയറ്റി വെച്ചവരൊക്കെ ഇന്ന് പിണറായി വിജയനെ എടുത്തിട്ട് ചവിട്ടുന്നു. ഈഴവ വോട്ടുകൾ ഇടതുപക്ഷത്തിന് കിട്ടിയില്ലെങ്കിൽ പരിശോധിക്കേണ്ടത് അവർ തന്നെയാണ് എന്ന് ഹുസൈൻ മടവൂർ പറയുന്നു. ഒരു വശത്ത് ഈഴവർക്ക് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ എടുത്തുടുക്കുന്നു, മറുവശത്ത് ഇപ്പോൾ ഹുസൈൻ മടവൂരും ചാടിയിറങ്ങി. നവോത്ഥാന സമിതിക്ക് എന്തുപറ്റി എന്ന് കേരളം ചോദിക്കുന്നു. കൂടെ കൂടിയവരൊക്കെ സ്വാർത്ഥമതികളായിരുന്നു എന്ന് പിണറായി വിജയൻ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? അതോ ഇത്തരം സ്വാർത്ഥമതികളെയും ചതിയന്മാരെയും ഒക്കെ ചേർത്ത് നിർത്തി എന്തും ചെയ്യാം എന്ന ധാർഷ്ട്യവും അഹങ്കാരവുമായിരുന്നു പിണറായി വിജയന്? ഗീവർഗീസ് മാർ കുറിലോസ് ഇപ്പോൾ പിണറായിയുടെ വായിൽ നിന്ന് ആവുന്നത്ര കേട്ടു. പുരോഹിതന്മാരിലും വിവരദോഷികളുണ്ട് എന്ന് പിണറായി വിജയൻ തുറന്നടിച്ചപ്പോൾ ഇപ്പോൾ കുറിലോസ് പറഞ്ഞത് തന്നെയെന്ന്. ഇടതുപക്ഷത്തിനെതിരെയും പിണറായി വിജയനെതിരെയും വിമർശനങ്ങൾ ഉയർത്തിയതിനാണ് ഇപ്പോൾ മാർ കുറിലോസിന് കണക്കറ്റ് കൊടുത്തത് പിണറായി വിജയൻ. കുറിലോസിനെ വിമർശിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയോട് ഇപ്പോൾ മിക്ക CPM നേതാക്കളും വിയോജിക്കുകയാണ്. മുഖ്യമന്ത്രിയെ അനുകൂലിച്ച് ഒരൊറ്റ നേതാക്കളും ഇതുവരെ കളത്തിലിറങ്ങിയില്ല. ആകെ ചാടിപ്പുറപ്പെട്ടത് മരുമകൻ മുഹമ്മദ് റിയാസ് മാത്രം. മുഖ്യമന്ത്രിയെ രക്ഷിക്കണം എന്ന് നിലവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ഇടതുപക്ഷത്തിനൊപ്പം എന്നും അടിയുറച്ചു നിൽക്കുന്ന യാക്കോബായ സഭയുടെ നിരണം മുൻ അധിപനായിരുന്നു ഗീവർഗീസ് മാർ കുറിലോസ്. അദ്ദേഹത്തിനെ വിമർശിച്ച നടപടിയിൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ അമർഷം നീറിപ്പുകയാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും പിണറായി വിജയനെ അന്ധമായി പുകഴ്ത്തിയിരുന്ന മാർ കുറിലോസ് സത്യം പറഞ്ഞപ്പോൾ പിണറായി വിജയന് ചൊറിഞ്ഞു. മുമ്പ് പാലാ ബിഷപ്പ് ഉയർത്തിയ നർക്കോട്ടിക് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളിൽ പിണറായി വിജയനൊപ്പം കട്ടയ്ക്ക് നിന്നയാളാണ് മാർ കുറിലോസ്. അന്ന് പാലാ ബിഷപ്പിനെ മുച്ചൂടും കുറിലോസ് വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ സമസ്ത ദിനപത്രത്തിൽ പിണറായി വിജയനെയും LDFനെയും ഒക്കെ രൂക്ഷമായി കടന്നാക്രമിച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിനെതിരെ നാവുയർത്താൻ ധൈര്യപ്പെടാത്ത പിണറായി വിജയൻ എങ്ങനെയാണ് മാർ കുറിലോസിനെ മാത്രം ഇത്രയധികം വിമർശിക്കുന്നത്? പുരോഹിതന്മാർക്കിടയിലും വിവരദോഷികളുണ്ട് എന്നാണ് കുറിലോസിനെ ഉദ്ദേശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തട്ടിവിട്ടത്. ഇതിനെതിരെ CPM നേതാക്കളിൽ ശക്തമായ അമർഷം പുകയുന്നു. ജനങ്ങൾക്കെല്ലാം അറിയാമെന്നും ഇടതുപക്ഷം വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു നോക്കി. മുഖ്യമന്ത്രിയെ താറടിക്കാൻ ഇവിടെ ശ്രമം നടക്കുകയാണ്. മാധ്യമങ്ങളൊക്കെ മുഖ്യമന്ത്രിയെ മുച്ചൂടും താറടിക്കുന്നുവെന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതിന് പിന്നിലുള്ള അജണ്ട. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചത് നിഘണ്ടുവിൽ പോലും വെക്കാൻ പറ്റാത്ത പദമാണെന്നും മുഹമ്മദ് റിയാസ്. ആകെക്കൂടി മരുമകൻ മാത്രമാണ് പിണറായിയുടെ രക്ഷയ്ക്കെത്തുന്നത്. എന്നാൽ സാധാരണ പ്രവർത്തകർ പോലും മാർ കുറിലോസിനെ വിമർശിച്ച പിണറായി വിജയന്റെ നടപടിയെ തള്ളിപ്പറയുകയാണ്. ഇതിനിടയിൽ പത്തനംതിട്ട CPMലെ ഒരു നേതാവ് പരസ്യമായി രംഗത്ത് വന്നു. വിമർശകരെല്ലാം ശത്രുക്കളല്ലെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗവും CITU നേതാവുമായ K പ്രകാശ് ബാബുവാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഉറച്ച നിലപാട് ഉറക്കെ പറയുന്നതാണ് നല്ലതെന്നും അതുകൊണ്ട് ആർക്കും ദോഷം വരില്ല എന്നും K പ്രകാശ് ബാബു പൊതുവേദിയിലും പരസ്യമായി പറഞ്ഞു. ഗീവർഗീസ് മാർ കുറിലോസ് ഉദ്ഘാടകനായ പരിപാടിയിലാണ് തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം എന്തായാലും പിണറായി വിജയനെതിരെ കട്ടയ്ക്ക് സംസാരിച്ചത്.
പിണറായി വിജയൻ കേരളത്തിന് കാലം കാത്തുവച്ച നേതാവെന്നൊക്കെ വാഴ്ത്തിപ്പാടിയ മാർ കൂറിലോസിനെ എടുത്തുടുത്തപ്പോൾ പിണറായി വിജയൻ സ്വപ്നേബി കരുതിയില്ല ഇമ്മാതിരി പണി തിരിച്ചു കിട്ടുമെന്ന്. താൻ പറഞ്ഞത് തന്നെയെന്നാണ് ഇപ്പോൾ മാർ കൂറിലോസ് പറയുന്നത്. പിണറായി വിജയന്റെ ധാർഷ്ട്യത്തെക്കുറിച്ചൊക്കെ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു കൂറിലോസ്. എന്തുകൊണ്ടാണ് ഇക്കുറി ഇടതുപക്ഷം തോറ്റതെന്നും പിണറായി വിജയൻ തോറ്റപ്പിയതെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യസന്ധമാണ്. അതാണ് പിണറായി വിജയനെ ഇത്രയേറെ ചൊടിപ്പിച്ചത്. പിണറായി വിജയന് സംരക്ഷണ കവചമൊരുക്കുന്ന നവോത്ഥാന കമ്മിറ്റിക്കാർ അങ്ങനെ പരസ്പരം തമ്മിലടിക്കുന്നു. എല്ലാം കൊണ്ടും വല്ലാത്തൊരു കത്രികപ്പൂട്ടിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്ഥാനം. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ മറുവശത്ത് CPIയും കേരള കോൺഗ്രസുമൊക്കെ മുച്ചൂടും ഇടഞ്ഞു നിൽക്കുന്നു. ഏതൊക്കെ കക്ഷികൾ ഇനി LDF ഇട്ടോടും എന്ന വേവലാതിയും പിണറായി വിജയനുണ്ട്. അപ്പോഴാണ് കൂറിലോസിനെ പോലെ കൂടെ നിൽക്കുന്നവർ സ്വയം വിമർശനങ്ങൾ ഉയർത്തുന്നത്. അപ്പോൾ തന്നെ കൂറിലോസിന് വേണ്ടത് കൊടുത്തില്ല എങ്കിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനുള്ളിലും തനിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു പോകും എന്ന് കൃത്യമായി പിണറായി വിജയൻ കണക്കുകൂട്ടുന്നു. അതുകൊണ്ടാണ് നേർക്കുനേർ നിന്ന് കൂറിലോസിനിട്ട് തന്നെ കൊടുത്തത്. പക്ഷേ പിണറായി വിജയനെ സംരക്ഷിക്കാൻ ആരുമില്ല. ഒപ്പമുള്ളത് ആകെയുള്ള മരുമകൻ മാത്രം. ഇടതുപക്ഷം വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ് എന്ന മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന ശരി തന്നെയാണ്. പക്ഷേ പിണറായി വിജയൻ ഒട്ടും വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വമല്ല. അദ്ദേഹത്തിനെതിരെ എപ്പോഴും ഉയരുന്ന ആരോപണങ്ങൾ ധാർഷ്ട്യവും അഹങ്കാരവും എന്ന പദങ്ങൾ തന്നെയാണ്. അതുതന്നെയാണ് തോറ്റമ്പിയിട്ടും അദ്ദേഹത്തിൽ നിന്നിപ്പോൾ പ്രകടമായിരിക്കുന്നത്. പച്ചയ്ക്ക് സമൂഹ മാധ്യമങ്ങൾ ഇത്രയേറെ നിലപാടുയർത്താൻ കാരണവും അതുതന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.